ഒരുപാട് അമിത മദ്യപാനം കാരണം ലിവറിന് പ്രോബ്ലം വരാം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കുടിക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി നമ്മുടെ ലിവറിന് കേടുണ്ട്. നമ്മുടെ ഡയബറ്റീസ് വളരെ ഏർലി ഏജ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒപിയിൽ 35 വയസ്സുള്ള ഒരു IT പ്രൊഫഷണൽ സ്ട്രോക്ക് ആയിട്ട് വന്നു. ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാൻ എന്തായിരിക്കും കാരണം? കുടുംബത്തോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് പുള്ളിക്കാരൻ ഒരുപാട് ടെൻഷനായിരുന്നു, അമിതമായിട്ട് പുകവലിക്കുന്നു എന്നുള്ള ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി. പുകവലി സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഒരു പരിഹാരം ആണോ? ഞാൻ ഡോക്ടർ അരുണുമൻ, ന്യൂറോ സർജൻ. പലപ്പോഴും സമ്മർദ്ദത്തിലൂടെ പോകുമ്പോൾ ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഏത് ജോലിക്കാരായാലും പലപ്പോഴും വളരെ തെറ്റായ രീതിയിലൂടെയാണ് താൽക്കാലിക സുഖം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പുകവലി, ചിലപ്പോൾ മദ്യപാനം, മയക്കുമരുന്ന്, ചില ആൾക്കാർ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോള പോലെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കുടിക്കുക. ചില ആൾക്കാർക്ക് അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീക്വന്റ് ഇന്റർവെല്ലിൽ കോഫി കുടിക്കുക. ചില ആൾക്കാർ ഈ കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ സ്നാക്സ്, ചിപ്സ് പോലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ താൽക്കാല ഒരു സുഖം കിട്ടുമായിരിക്കും, പക്ഷേ ഡെഫിനറ്റ്ലി ഇത്തരം പ്രാക്ടീസസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരന് ഈ പുകവലി കാരണം ഒന്നാമത് സ്ട്രെസ് ഉണ്ട്. എൻ്റെ കൂടെ പുകവലി അമിതമായപ്പോഴേക്കും ഞരമ്പുകളെല്ലാം ഡാമേജ് വന്ന് സ്ട്രോക്കിലേക്ക് നയിച്ചു. ഇതുപോലെ തന്നെ ഒരുപാട് അമിത മദ്യപാനം കാരണം ലിവറിന് പ്രോബ്ലം വരാം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് കുടിക്കുന്നുണ്ട്, ഡെഫിനറ്റ്ലി നമ്മുടെ ലിവറിന് കേടുണ്ട്. നമ്മുടെ ഡയബറ്റീസ് വളരെ ഏർലി ഏജ് സ്റ്റേജിൽ തന്നെ നമ്മൾ ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റ് റിച്ച് ചിപ്സ് കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള ശാസ്ത്രീയമായ പരിഹാരങ്ങളാണ് നമ്മൾ തേടേണ്ടത്. ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കില്ല. താങ്ക് യു.